Hello friends and my dear students, welcome to another lecture of Study Mechanical with Passion. നമ്മൾ ഈ ഒരു വീഡിയോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം സെൻട്രോയിഡ് ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള നാലാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ ലെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാർട്ട് 1, 2, 3 ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് സെൻട്രോയിഡ്, ദെൻ വേരിയസ് ഷേപ്പിൻ്റെ സെൻട്രോയിഡൊക്കെ എവിടെയാണ് വരുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോമ്പോസിറ്റ് ഏരിയാസിൻ്റെ സെൻട്രോയിഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പാർട്ട് 1, 2, 3 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അവിടെ പറഞ്ഞതുപോലെ ആ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ പ്രോബ്ലത്തിനകത്ത് വരുന്നൊരു ചെറിയൊരു സ്റ്റെപ്പാണ് ആ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വേരിയസ് ഏരിയാസിൻ്റെ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി മൊമെൻ്റ് ഓഫ് ഇനേഷ്യയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റാണ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ലെക്ചർ. അപ്പോൾ ആദ്യം നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് അറിയണം, പോളാർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് അറിയണം, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് അറിയണം, അതേപോലെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആൻഡ് പാരലൽ ആക്സിസ് തിയറം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് തിയറംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും പാരലൽ ആക്സിസ് തിയറും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ചോദിക്കാറുണ്ട്, അതിൻ്റെ പ്രൂഫും ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രൂഫൊക്കെ നമ്മൾ ഇതിനകത്ത് ഈ ഒരു വീഡിയോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ് us start the video lecture. Hello friends, in this video lecture we are going to discuss about fourth part based on the topic centroid and moment of inertia, and this topic belongs to module 3 for the 19 scheme as well as 15 scheme. നമ്മൾ ഈ ഒരു വീഡിയോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യം മൊമെൻ്റ് ഓഫ് ഇനേഷ്യയെ കുറിച്ച് പറയും, നെക്സ്റ്റ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, റേഡിയസ് ഓഫ് ഗൈറേഷൻ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആൻഡ് പാരലൽ ആക്സിസ് തിയറം. ഇത്രയും ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us start. ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്ന ഒരു ടേമിനെ ബേസ് ചെയ്തിട്ട് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതേപോലെ മെക്കാനിക്കലിനെയും സിവിൽ എഞ്ചിനീയറിങ്ങിനൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അവർക്ക് ഇനി ഭാവിയിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ ഈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്ന ടേം നിങ്ങൾ കേൾക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ആക്ച്വലി ഓൾസോ നോൺ ആസ് സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ. സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്നും കൂടെ ഇത് അറിയപ്പെടാറുണ്ട്. ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്താ നമുക്കറിയാലോ. ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലേ? ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ. അപ്പോൾ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു എഗെയിൻ ഒരു ഡിസ്റ്റൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ ഇൻറ്റു എഗെയിൻ ഒരു ഡിസ്റ്റൻസ് കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ. ദാറ്റ് മീൻസ് ഏരിയ ഇൻറ്റു, അപ്പോൾ ഡി ഇൻറ്റു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് എന്ന് വരും. അപ്പോൾ എ ഇൻറ്റു ഡി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഏരിയൻ്റെയും സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ, അതായത് പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഡിസ്റ്റൻസ് നമ്മൾ എവിടെ നിന്ന് എടുക്കണം? ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എടുക്കുന്നത് ആ റെഫറൻസ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം റെഫറൻസ് ആക്സിസ് ഈസ് കോൾഡ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി റെഫറൻസ് ആക്സിസ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഐ. ക്യാപിറ്റൽ ലെറ്റർ ഐ വെച്ചിട്ടാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇതാണ് ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഏരിയയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എ ആണ്. ഇവിടെ നമ്മൾ രണ്ട് ആക്സിസ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് കൺസിഡർ ചെയ്യാണ്. അതായത് ഈ പ്ലെയിനിലുള്ള രണ്ട് ആക്സിസ് ആണ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അപ്പോൾ ഈ രണ്ട് ആക്സിസ് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഞാനൊരു ചെറിയൊരു എലമെൻ്റൽ ഏരിയ, ഇൻഫിനൈറ്റിസിമലി സ്മോൾ ആയിട്ടുള്ള ഒരു എലമെൻ്റൽ ഏരിയ ഞാൻ കൺസിഡർ ചെയ്യാണ് ആസ് ഷോൺ ഇൻ ഫിഗർ. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡി എ ആണ്. ക്ലിയർ? ആ ഡി എ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ആ ഡി എൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദി എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ഈ ഏരിയ ഡി എൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? ഏരിയ ഡി എ ഇൻറ്റു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്, അല്ലേ? സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ എക്സ് ആക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എടുക്കുന്നത്. അപ്പോൾ എന്താവും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. അപ്പോൾ വൈ സ്ക്വയർ എന്ന് വരും. വൈ സ്ക്വയർ.
ശരിയല്ലേ? അതെന്താണ്? ഈ ചെറിയൊരു ഏരിയ, ഈ ഡി എന്ന് പറയുന്ന ഈ ചെറിയൊരു ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കിട്ടും? ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ടോട്ടൽ ഏരിയ അബൌട്ട് ദി എക്സ് എക്സ് ആക്സിസ്. ആ എക്സ് എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ എടുക്കുന്നത് കൊണ്ടാണ് ഐ എക്സ് എക്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, സഫിക്സിൽ എക്സ് എക്സ് എന്ന് കൊടുത്തിട്ടുള്ളത് ഏത് ആക്സിസിനെ ബേസ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഐ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ക്ലിയർ? ഇനി വൈ വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ എക്സ് എന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ വൈ വൈ എന്തായിരിക്കും? ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ. ഈ എക്സ് സ്ക്വയർ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആ ചെറിയൊരു ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് അബൌട്ട് വൈ വൈ ആക്സിസ്. ഇനി ടോട്ടൽ ഏരിയയുടെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഐ വൈ വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ. ശരിയല്ലേ? ഇനി എന്തായിരിക്കും ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്? ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആക്ച്വലി ഏരിയ ഇൻറ്റു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് എന്നല്ലേ? ഏരിയൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ എസ് എ യൂണിറ്റ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ, അഗെയിൻ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ യൂണിറ്റ് വിൽ ബി എം റേസ് ടു 4 എന്ന് വരും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ റേസ് ടു 4 ആണ്. ഇനി നമ്മൾ എല്ലാ ഡയമെൻഷനും എം എമ്മിലാണ്. ഇത് എസ് ഐ യൂണിറ്റ് ആണ്, മീറ്റർ റേസ് ടു 4. ഇനി എല്ലാ ഡയമെൻഷനും നമ്മൾ എം എമ്മിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിച്ചപ്പോൾ ചെയ്തില്ലേ? എല്ലാ ഡിസ്റ്റൻസും എം എമ്മിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഡിസ്റ്റൻസും നമ്മൾ എം എമ്മിൽ എഴുതി. അതേപോലെ എന്ത് ചെയ്യുക? എല്ലാ ഡിസ്റ്റൻസും എം എമ്മിൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ എം എം റേസ് ടു 4 എന്ന് എഴുതണം. ക്ലിയർ? അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കേട്ടോ. ഈ പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണേ. അതായത് ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ നമ്മൾ പറഞ്ഞല്ലോ, സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഒരു ഏരിയ അതിൻ്റെ സെൻട്രോയിഡ് ഉണ്ടല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ സെൻട്രോയിഡ് ആണ് ഇത് ജി. ക്ലിയർ? ഈ ജി എന്ന് പറയുന്ന സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ഈ ആക്സിസ്. ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്, അതിനെ നമ്മൾ സെൻട്രോയിഡൽ ആക്സിസ് എന്നാ പറയാം. ഈ സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഈ ഏരിയയുടെ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഏതൊരു ഏരിയയുടെയും ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ഈസ് 0. ഇനി സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ നോൺ സീറോ വാല്യൂ. അതൊരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. അതാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ അബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ് ഈസ് 0, whereas the second moment of area about the centroidal axis is non-zero. Clear? അപ്പോൾ അതൊന്ന് എല്ലാവരും എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ലെക്ചറിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതൊന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഞാൻ ആ സമയത്ത് പറയുമ്പോൾ ഇത് ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. എന്താണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണെന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു പ്ലെയിനിലുള്ള ഏരിയയാണ് ഈ എ എന്ന് പറയുന്ന ടോട്ടൽ ഏരിയ. ഓക്കെ, ആ പ്ലെയിനിലുള്ള രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് എക്സ് ആക്സിസും വൈ ആക്സിസും. ക്ലിയർ? ഒരു പ്ലെയിൻ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലോർ എന്ന് വിചാരിക്കുക. ഫ്ലോറിലുള്ള ഒരു ഏരിയയാണ് ഈ എ എന്ന് പറയുന്നത്. ആ ഫ്ലോറിൽ തന്നെ, ആ ഫ്ലോർ എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ആണ്. ആ ഫ്ലോറിലുള്ള രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് എക്സ് ആക്സിസും വൈ ആക്സിസും. ക്ലിയർ അല്ലേ? ഇനി ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് സെഡ് ആക്സിസ്. അതായത് നമ്മൾ ഫ്ലോറിൽ നിന്ന് മേലോട്ട് ഇങ്ങനെ ഒരു വര കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ അതാണ് ഈ സെഡ് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ആക്സിസ്, ഈ സെഡ് ആക്സിസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഏരിയ ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് സെഡ് ആക്സിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി സെഡ് ആക്സിസ് ആണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഏതൊരു ഏരിയയുടെയും moment of inertia about an axis which is perpendicular to the plane of area. ആ ഏരിയ ഉള്ള പ്ലെയിൻ, അതാണ് പ്ലെയിൻ ഓഫ് ഏരിയ. പ്ലെയിൻ ഓഫ് ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ദാറ്റ് ഈസ് polar moment of inertia is the moment of inertia of an area about an axis perpendicular to the plane of area. And it is represented by, ഇവിടെ z axis അല്ലേ, അപ്പോൾ it is represented by izz.
അപ്പോൾ ഐ സെഡ് സെഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ സെഡ് ആക്സിസിൽ നിന്ന് നമ്മളിവിടെ ചെറിയൊരു എലമെൻ്ററി ഏരിയ ഡി എ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് ആ ഡി എൻ്റെ ഏരിയയിലോട്ട് സെഡ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ ആർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താവും, ഈ ചെറിയൊരു ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും, ഈ ഡി എ എന്ന് പറയുന്ന ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഡി എ ഇൻറ്റു ഏരിയ ഇൻറ്റു ആർ സ്ക്വയർ എന്നായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഏരിയ എന്ത് ചെയ്യേണ്ടി വരും, നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഐ സെഡ് സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ എന്ന് വരും. ശരിയല്ലേ? ഐ സെഡ് സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ യൂണിറ്റും എന്ത് തന്നെയായിരിക്കും, ഈ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ആക്ച്വലി മൊമെന്റ് ഓഫ് ഇനേഷ്യ തന്നെയാണ്. എടുക്കുന്ന ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഏരിയ ആണെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും, m⁴ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ, പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നൊക്കെ ഇനി നമ്മൾ ഭാവിയിൽ പറയുമ്പോൾ അത് മനസ്സിലാവണം, എന്താണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നുള്ളത് നമ്മളെ മൈൻഡിലോട്ട് വരണം. ഓക്കെ, നെക്സ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ എക്സ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണല്ലോ, ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഐ എക്സ് എക്സ് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ആ ഐ എക്സ് എക്സിൻ്റെ യൂണിറ്റ് എന്താ, m⁴ അല്ലേ, m⁴ ആണ് അല്ലേ, m⁴ ആണ് ഐ എക്സ് എക്സിൻ്റെ യൂണിറ്റ്. ആ ഐ എക്സ് എക്സിനെ ഞാൻ എന്ത് എഴുതാണ്, ആ ഏരിയ, ഏത് ഏരിയയുടെ ആണോ കണ്ടുപിടിച്ചത്, ദാറ്റ് ഏരിയ ഇൻറ്റു സ്ക്വയർ ഓഫ് എ ഡിസ്റ്റൻസ് എന്നുള്ള രൂപത്തിൽ. ഇവിടെ കെ എക്സ് എന്ന് പറയുന്നത് ഏതോ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ കെ എക്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് സ്ക്വയർ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഐ എക്സ് എക്സിനെ എഴുതണം. അതായത് അപ്പോൾ യൂണിറ്റ് വ്യത്യാസം ഉണ്ടാവില്ലല്ലോ, ഏരിയ ഇൻറ്റു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. ശരിയല്ലേ? അപ്പോൾ ഐ എക്സ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു കെ എക്സ് സ്ക്വയർ എന്ന് ഞാൻ എഴുതാണ്. ഐ എക്സ് എക്സ് നമുക്ക് എങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, ഐ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ക്ലിയർ? ഇനി ഈ ഇക്വേഷനിൽ നിന്ന് കെ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, കെ എക്സ് ഈക്വൽ ടു റൂട്ട് ഐ എക്സ് എക്സ് ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇത് എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി സിമിലർലി വി ക്യാൻ സേ ദാറ്റ് ഐ വൈ വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി ആണ്. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചതിനെ ഞാൻ എന്ത് എഴുതാണ്, ഐ വൈ വൈ ഈക്വൽ ടു ഏരിയ ഇൻറ്റു എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കെ വൈ ഇൻറ്റു സ്ക്വയർ എന്ന് എഴുതാണ്. അവിടെ നിന്ന് കെ വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ വൈ വൈ ഡിവൈഡഡ് ബൈ എ എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള കെ എക്സും കെ വൈയും കണ്ടോ നിങ്ങൾ, ആ കെ എക്സിനെയും കെ വൈനെയും, അതായത് കെ ഇനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, ഇവിടെ ഇക്വേഷനകത്ത് കെ ഇനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അവിടെ സഫിക്സിൽ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. ശരിയല്ലേ? അത് രണ്ടും എന്തിനാണ്, അതായത് ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതിനെ കുറിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആ സഫിക്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കെ എന്ന് പറയുന്നതിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വേർ ദ ഡിസ്റ്റൻസ് കെ ഈസ് കോൾഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. The subscript denotes the axis about which the second moment of area is taken. ക്ലിയർ അല്ല? അതായത് കെ എക്സ് കെ വൈ എന്നുണ്ട്, അത് ആക്സിസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കെ എന്ന് പറയുന്നതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, the next topic is perpendicular axis theorem. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തിയറംസ് ആണ്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആൻഡ് പാരലൽ ആക്സിസ് തിയറം. ഈ രണ്ട് തിയറം എന്താണ്, അതിൻ്റെ പ്രൂഫ് അടക്കി നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ദർ ഈസ് സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് പാരലൽ ആക്സിസ് തിയറം എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്. അപ്പോൾ ആദ്യം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താണെന്നുള്ളതാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാ. ദിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് the moment of inertia of an area about an axis perpendicular to the plane, that is polar moment of inertia, at any point O is equal to the sum of moment of inertia about any two mutually perpendicular axes through the same point O and lying in the plane of area. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. വല്ലതും മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണാതെ പഠിക്കാൻ നിൽക്കണ്ട. ഇത് എന്താണ്, എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. സിമ്പിളായിട്ട് നമുക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്ലെയിന്, ആ പ്ലെയിനിലുള്ള രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് എക്സ് ആക്സിസും വൈ ആക്സിസും. ഓക്കെ, അത് നിങ്ങളൊരു ഫ്ലോർ ആയിട്ട് കൺസിഡർ ചെയ്തോ. ഓക്കെ, ആ ഫ്ലോറിലുള്ള പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് എക്സ് ആക്സിസും വൈ ആക്സിസും. ഈ എക്സ് ആക്സിസും വൈ ആക്സിലുള്ള കോമൺ പോയിന്റ് ആണ് ഒ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഒ എന്ന് പറയുന്നത്. അതായത്
ആ പ്ലെയിനിലുള്ള ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഉള്ള രണ്ട് പ്ലെയിനിൽ തന്നെയുള്ള രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് എക്സ് ആക്സിസും വൈ ആക്സിസും. ഈ പ്ലെയിനിലുള്ള ഏരിയയാണ് എ എന്ന് പറയുന്നത്. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് സെഡ് ആക്സിസ്. നന്നായിട്ട് മനസ്സിലായല്ലോ. അതായത് ഒരു പ്ലെയിന്, ആ പ്ലെയിനിലുള്ള ഏരിയയാണ് എ എന്ന് പറയുന്നത്. ആ പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ഒയിൽ നിന്നുള്ള ആ പ്ലെയിനിൽ തന്നെയുള്ള രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്, ഈ എക്സ് ആക്സും വൈ ആക്സും എവിടെ തന്നെയാണ്? ആ പ്ലെയിനിൽ തന്നെയാണ്. ക്ലിയർ? ഇനി ഒ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് സെഡ് ആക്സിസ്. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ സെഡ് സെഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ ആയിരിക്കും. ഐ എക്സ് എക്സ് ഈക്വൽ ടു ഐ സെഡ് സെഡ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു പ്ലെയിന്, ഒരു ഏരിയ, ഒരു പ്ലെയിനിലുള്ള ഏരിയ, ആ പ്ലെയിനിലുള്ള ഒ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് സെഡ് ആക്സിസ്. ആ സെഡ് ആക്സിസിനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ഇത്. ക്ലിയർ അല്ലേ? ഇനി ആ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈക്വൽ ടു, അതെന്തിനാണ് ഈക്വൽ? ഐ എക്സ് എക്സിൻ്റെയും ഐ വൈ വൈൻ്റെയും സമ്മിന് ഈക്വൽ ആണ്. ശരിയല്ലേ? അപ്പോൾ ഈ ഐ എക്സ് എക്സും ഐ വൈ വൈ എന്താണെന്ന് പറഞ്ഞാൽ പോരെ. അതായത് ഈ പോയിന്റ് ഒയിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിലുള്ള രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് എക്സ് ആക്സും വൈ ആക്സിസും. ഓക്കെ, അതായത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു പ്ലെയിന്, ആ പ്ലെയിനിലുള്ള ഏരിയ എ, ആ പ്ലെയിനിലുള്ള ഒ എന്ന് പറയുന്ന പോയിന്റിലൂടെ ആ പാസ് ചെയ്യുന്ന പോയിന്റിൽ നിന്നുള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് സെഡ് ആക്സിസ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ഐ സെഡ് സെഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആ പ്ലെയിനിലുള്ള രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് പാസിംഗ് ത്രൂ ദി സെയിം പോയിന്റ് ഒ. പ്ലെയിനിലുള്ള രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ്, എക്സ് ആക്സും വൈ ആക്സും പ്ലെയിനിലുള്ള പെർപെൻഡിക്കുലർ ആക്സിസ്. അത് പ്ലെയിനിലുള്ള ഏത് രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസിനെ ബേസ് ചെയ്തെടുത്താലും ശരിയാവും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് എനി ടു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ. ക്ലിയർ? അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനിയൊന്ന് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് സെഡ് ആക്സിസിന് ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതാണ് ആ ഫസ്റ്റ് സെൻറ്റൻസ്. ദാറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ആൻ ഏരിയ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ആ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആയിട്ടുള്ള സെഡ് ആക്സിന് ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യയാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയാം. അറ്റ് എനി പോയിന്റ് ഓ, അതാണ് ഈ ഐ സെഡ് സെഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അത് എന്തിന് ഈക്വൽ ആണ്? ഐ എക്സ് എക്സിൻ്റെയും ഐ വൈ വൈൻ്റെയും സമ്മിന് ഈക്വൽ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എനി ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ത്രൂ ദി സെയിം പോയിന്റ് ഒ ആൻഡ് ലൈങ് ഇൻ ദ പ്ലെയിൻ ഓഫ് ഏരിയ. ഓയിലൂടെ പാസ് ചെയ്യുന്ന രണ്ട് എനി ടു പെർപെൻഡിക്കുലർ ആക്സിസ്, ഏത് രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് ആയിക്കോട്ടെ, പക്ഷേ ആ രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് എവിടെ ആവണം? നമ്മൾ ഏരിയ ഉള്ള പ്ലെയിനിലാവണം. ക്ലിയർ? അതിനെയാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയാം. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എഴുതാലോ. ദാറ്റ് ഈസ് the moment of inertia of an area about an axis perpendicular to the plane of area at any point O is equal to the sum of moment of inertia about any two mutually perpendicular axes through the same point O and lying in the plane of area. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ഈ ഏരിയ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായല്ലോ, ആക്സിസ് ഒക്കെ ഏതാണെന്നുള്ളത്. ഇനി ഇതിൻ്റെ ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു എലമെന്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യണം. ഇൻഫിനൈറ്റസിമൽ സ്മോൾ ആയിട്ടുള്ള ഒരു എലമെന്ററി സ്ട്രിപ്പ് ഡി എ എന്ന് പറയുന്ന ഒരു ഏരിയ കൺസിഡർ ചെയ്യണം. ഈ ഡി എ എന്ന് പറയുന്ന ഏരിയയിലോട്ട് ഓരോ ആക്സിസിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണ്ടേ? അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ഐ എക്സ് എക്സും ഐ വൈ വൈയും ഐ സെഡ് സെഡ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ വൈ ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എക്സ്. ദാറ്റ് ഈസ് എക്സ് ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് ഡി എ ഫ്രം ആക്സിസ് ഒ വൈ. ക്ലിയർ? അതേപോലെ എക്സ് എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് വൈ ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് ഡി എ ഫ്രം ദി ആക്സിസ് ഒ എക്സ്. അതേപോലെ സെഡ് ആക്സിസിൽ നിന്നുള്ള ഒ സെഡ് ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആർ. ദാറ്റ് ഈസ് ആർ ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് ഡി എ ഫ്രം ആക്സിസ് ഒ സെഡ്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഞാൻ പറയുന്നത് ശരിയല്ലേ എന്നൊന്ന് നോക്കട്ടോ. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ ഫിഗറിനകത്ത് ഈ ആംഗിൾ ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ട്രയാങ്കിൾ നോക്കിയേ. ഈ ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവും അല്ലേ? ഈ ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവും അല്ലേ? ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് ആയിരിക്കില്ലേ, ആർ ആയിരിക്കില്ലേ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ?
ഇനി ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും എക്സ് തന്നെ ആയിരിക്കും അല്ലേ? ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതിൽ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല, പൈതഗോറസ് തിയറം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. ഇനി നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. ഐ എക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ, ഐ വൈ വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ, ഐ സെഡ് സെഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഇതിൽ നിന്ന് ഐ സെഡ് സെഡ് എന്ന് എഴുതാണ്. ഐ സെഡ് സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ അല്ലേ? ഈ ആർ സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതേ രൂപത്തിൽ വരും. ക്ലിയർ? ഇനി ഞാൻ അതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ വരും. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ പ്ലസ് വൈ സ്ക്വയർ ഡി എ. ഇനി ഇൻ്റഗ്രൽ പ്ലസ് ആകുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തൂടെ? കൊടുക്കാം. ദാറ്റ് ഈസ് ഐ സെഡ് സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ പ്ലസ് ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ശരിയല്ലേ? ഈ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ വൈ വൈ അല്ലേ? ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ എക്സ് എക്സ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഐ സെഡ് സെഡ് ഇസ് ഈക്വൽ ടു ഐ വൈ വൈ പ്ലസ് ഐ എക്സ് എക്സ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ഐ സെഡ് സെഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. ഇതല്ലേ നമ്മളെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഈസ് പ്രൂവ്ഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആ ഡിസ്റ്റൻസ് ഒക്കെ എന്താണെന്നുള്ള വൃത്തിയിൽ കറക്റ്റ് തുടക്കം മുതൽ ഇങ്ങനെ എഴുതി വൃത്തിയിൽ എഴുതുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ചോദിക്കാറുണ്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് 5 മാർക്കിനൊക്കെ ഉള്ള സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മനസ്സിലായല്ലോ? അതേപോലെയുള്ള പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമ്മൾ പറയുന്നത് പോലെയുള്ള വേറൊരു തിയറം, പാരലൽ ആക്സിസ് തിയറം. അതായത് ഇവിടെ പാരലൽ ആയിട്ടുള്ള ആക്സിസിനെ കുറിച്ചാണ് പറയുന്നത്. പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ചെയ്തതുപോലെ അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ പ്രൂഫും ഉണ്ട്. രണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ മൊമെൻറ്റ് ഓഫ് an area, moment of inertia of an area about any axis in the plane of area is equal to the sum of moment of inertia about the parallel centroidal axis and the moment of area and square of the distance between two parallel axes. Clear? ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്കറിയാം, പക്ഷെ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം ഞാൻ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പറയും. ആ ഇക്വേഷനിൽ നിന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതാം എന്നുള്ളത് ഞാൻ പറയാൻ പോവാണ്. എന്താണെന്നറിയോ? ആദ്യം ഇതാണ് ഒരു ഏരിയ, ടോട്ടൽ ഏരിയ എ ആണ്. ഇതിൻ്റെ സെൻട്രോയിഡാണ് ഈ ജി. ഈ ഏരിയയുടെ സെൻട്രോയിഡാണ് ജി. സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ജി ജി ആക്സിസ്. ഈ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ഈ ആക്സിസിന് ഞാൻ ജി ജി ആക്സിസ് എന്നാണ് കൊടുക്കുന്നത്. ഈ ജി ജി ആക്സിസിന്, ഈ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് നമുക്ക് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയും. ഓക്കെ, സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയും. ഈ ജി ജി ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് എ ബി എന്ന് പറയുന്നത്. ക്ലിയർ? ഈ രണ്ട് പാരലൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താണെന്നറിയോ? ഐ എ ബി ഈസ് ഈക്വൽ ടു ഐ ജി ജി പ്ലസ് എ ഇൻറ്റു എച്ച് സ്ക്വയർ. ദിസ് ഈസ് ദി ഇക്വേഷൻ. ഐ എ ബി ഈസ് ഈക്വൽ ടു ഐ ജി ജി പ്ലസ് എ ഇൻറ്റു എച്ച് സ്ക്വയർ. ഈ ഒരു ഇക്വേഷനാണ് ആക്ച്വലി പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓരോന്ന് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം ജി ജി ആക്സിസ് എന്താണെന്ന് പറഞ്ഞു, എ ബി ആക്സിസ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എ എന്താണ്, എച്ച് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഐ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഏരിയയുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എ ബി ആക്സിസ്. ക്ലിയർ? ഇനി ഐ ജി ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഏരിയയുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ജി ജി ആക്സിസ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് പാരലൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാൻ പോകണം. അപ്പോൾ ഐ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എൻ ഏരിയ അബൌട്ട് എനി ആക്സിസ്, അബൌട്ട് എനി ആക്സിസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ഏരിയ. ദാറ്റ് മീൻസ് ഈ ജി ജി ആക്സിസും ഈ എ ബി എന്ന് പറയുന്ന ആക്സിസും എവിടെ ആവണം? രണ്ടും ഈ പ്ലെയിൻ ഓഫ് ഏരിയയിൽ ഉള്ളതാവണം. രണ്ടും ഒരേ പ്ലെയിനിലുള്ളതാവണം. ആ ഏരിയ ഏത് പ്ലെയിനിലാണോ ആ പ്ലെയിനിലുള്ള രണ്ട് ആക്സിസ് ആവണം കേട്ടോ, ജി ജിയും എ ബിയും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജി ജി എ ബി എന്ന് പറയുന്നത്, അപ്പോൾ ഐ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ജി ജി എന്ന് പറയുന്ന ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെയും ഏരിയൻ്റെയും സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്, അതായത് എച്ച് സ്ക്വയറിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ
അതിൻ്റെയും ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മിന് ഈക്വൽ ആണെന്നാണ്. അത് ഐ ജി ജി എന്ന് പറഞ്ഞാൽ ജി ജി ആക്സിന് ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഈ ടേം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ആക്സിസ്. അതിൻ്റെ രണ്ടിൻ്റെയും സമ്മിന് ഈക്വൽ ആണ് ഐ എ ബി എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ അതിനാണ് നമ്മളെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഐ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ഫസ്റ്റത്തത്. കണ്ടോ, ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എൻ ഏരിയ അബൌട്ട് എനി ആക്സിസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ഏരിയ, അതാണ് ഈ ഐ എ ബി. ദെൻ ഈസ് ഈക്വൽ ടു, കണ്ടോ, ഈക്വൽ ടു ഏതിൻ്റെയൊക്കെ സമ്മിനാണ്? ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ പാരലൽ സെൻട്രോയിഡൽ ആക്സിസ്, അതായത് എ ബി എന്ന് പറയുന്ന ആക്സിന് പാരലൽ ആയിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിസ്, അതാണ് ഈ ഐ ജി ജി. ക്ലിയർ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ആക്സിസ്, അതാണ് എ ഇൻറ്റു എച്ച് സ്ക്വയർ. ശരിയല്ലേ? അതായത് ഐ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജി ജിയുടെയും എ ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ടേമിൻ്റെയും സമ്മിന് ഈക്വൽ ആണ്. That is, the moment of inertia of an area about any axis in the plane of area is equal to the sum of moment of inertia about a parallel centroidal axis and the product of area and square of the distance between the two parallel axes. ഇതാണ് പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതാം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റൂല, നമ്മളിങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പാരലൽ ആക്സിസ് തിയറം. ഇനി ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാലോ. എ എന്താണ്, ജി എന്താണ്, ജി ജി ആക്സിസ് എന്താണ്, എ ബി ആക്സിസ് എന്താണ്, എച്ച് എന്ന് പറയുന്നത് എന്താണ് എന്നെല്ലാം നമുക്കറിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനേഷ്യ എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു എലമെന്റൽ ഏരിയ, ഓക്കെ, സ്ട്രിപ്പ് ഓഫ് എലമെന്റൽ ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഡി എ. ക്ലിയർ? അതായത് ഈ ജി ജി എന്ന് പറയുന്ന ആക്സിസിന് പാരലൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുണ്ടോ ഡി എ. ഈ എലമെന്റൽ ഏരിയ എന്ന് പറയുന്നത് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് വൈ ഫ്രം ദി ജി ജി ആക്സിസ്. ജി ജി ആക്സിസിൽ നിന്ന് ഈ എലമെന്റൽ ഏരിയയിലോട്ടുള്ള ഡിസ്റ്റൻസ് വൈ ആണ്. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഏരിയ ഡി എ അബൌട്ട് ജി ജി ആക്സിസ്, ഈ ചെറിയ ഏരിയയുടെ മൊമെന്റ് ഓഫ് ഡി എയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ജി ജി ആക്സിസ് എന്തായിരിക്കും? ഏരിയ ഡി എ ഇൻറ്റു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. ജി ജിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? വൈ ആണ്. അപ്പോൾ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് വരും. ക്ലിയർ? അപ്പോൾ ഇത് ചെറിയൊരു ഏരിയ ഡി എൻ്റെ അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ടോട്ടൽ ഏരിയൻ്റെ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യേണ്ടി വരും? ഇതിൻ്റെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതായത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഏരിയ എ, ഏരിയ ഡി എ അല്ല, ഏരിയ ടോട്ടൽ എ അബൌട്ട് ജി ജി ആക്സിസ്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഐ ജി ജി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്ന് വരും. ശരിയല്ലേ? ഇനി അടുത്തത് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇനി അടുത്ത് എന്ത് ചെയ്യണം? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഏരിയ ഡി എ അബൌട്ട് എ ബി ആക്സിസ്. ഈ ചെറിയ ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എ ബി ആക്സിസ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് എടുക്കണം. അതായത് ഈ ചെറിയ ഡി എ ഏരിയയിൽ നിന്ന് എ ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഇത്രയും ഡിസ്റ്റൻസ് വരൂലേ, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? വൈ പ്ലസ് എച്ച് എന്ന് വരും. ക്ലിയർ? അപ്പോൾ ഡി എ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് എച്ച് ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി ടോട്ടൽ ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കണം. ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഏരിയ എ, ടോട്ടൽ ഏരിയ എ അബൌട്ട് എ ബി ആക്സിസ്, അതിനെയാണ് നമ്മൾ ഐ എ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വൈ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എ എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 4 ടേമും കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ചെയ്യുന്നത്, ഇനി നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഐ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ. ഇപ്പോൾ ഇത് ആക്ച്വലി എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലല്ലേ ഇതുള്ളത്, വൈ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. അപ്പോൾ അതിനെന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള രീതിയിൽ എഴുതാലോ. ആ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണിത്. വൈ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് 2hy. ഇനി ഇതിൻ്റെ എല്ലാം പ്ലസ് അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റഗ്രൽ ഫുള്ള് സ്പ്ലിറ്റ് ആയി കൊടുത്തുകൂടെ? അതേ രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ് ഇത്. ക്ലിയർ? ഇനി ഇതിനകത്ത് നോക്കിയേ, ഇൻറ്റഗ്രൽ വൈ, ഫസ്റ്റത്തെ ടേം തന്നെ നോക്കിയേ, ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്നല്ലേ. ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ഈ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്ന് പറയുന്നത് എന്താണ്? കണ്ടോ, ഇവിടെ ഐ എ ബി ആണ് ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. സോറി, ഐ എ ബി അല്ല, ഐ ജി ജി. ക്ലിയർ? അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ടേമിൽ എച്ച് എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എച്ച് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് എടുക്കാം, ഇൻറ്റഗ്രലിൻ്റെ പുറത്തോട്ട് എടുക്കാം. ഇവിടെ 2h എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ഇൻറ്റഗ്രലിൻ്റെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. അതായത് ഐ എ ബി ഇസ് ഈക്വൽ ടു ഐ ജി ജി, ഫസ്റ്റ് ടേമിന് പകരം ഐ ജി ജി എന്ന് എഴുതാം, പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എ പ്ലസ് 2h ഇൻറ്റു ഇൻറ്റഗ്രൽ വൈ ഡി എ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇൻറ്റഗ്രൽ ഡി എ എന്ന് പറയുന്നത് എന്താ? ഇൻറ്റഗ്രൽ ഡി എ എന്ന് പറഞ്ഞാൽ ഡി എ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ടോട്ടൽ ഏരിയ അല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ എ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻ്റഗ്രൽ വൈ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആക്ച്വലി വൈ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞത്, നന്നായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പറഞ്ഞപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഒരു സ്റ്റാർ ഇട്ടിട്ട് ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ് ഞാൻ അവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഇവിടെയാണ്. അതായത് നന്നായിട്ട് ശ്രദ്ധിക്കുക, ആക്ച്വലി ഇൻ്റഗ്രൽ വേണ്ട, ഇൻ്റഗ്രൽ ഇല്ലാതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. വൈ ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ ഡി എ ഇൻറ്റു വൈ. ദാറ്റ് മീൻസ് സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഈ ഏരിയയുടെ ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ അല്ലേ വൈ ഇൻറ്റു ഡി എ എന്ന് പറഞ്ഞാൽ, അതായത് ഡി എ ഇൻറ്റു വൈ, ശരിയല്ലേ? അതായത് ഈ വൈ ഡി എ എന്ന് പറയുന്നത്, നന്നായി ശ്രദ്ധിക്കുക, വൈ ഡി എ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ ഓഫ് ഡി എ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ആണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ദ ടോട്ടൽ ഏരിയയുടെ ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ്, ശരിയല്ലേ? അപ്പോൾ ഈ ഇൻ്റഗ്രൽ വൈ ഡി എ എന്ന് പറയുന്നത് ആക്ച്വലി ദ ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ആണ്. ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് എന്താ? 0 ആണ്. അതാണ് നമ്മളവിടെ സ്റ്റാർ ഇട്ടിട്ട് എഴുതിയത് അല്ലേ? അതായത് സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ 0 ആയിരിക്കും, സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നോൺ സീറോ വാല്യൂ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഈ ടേം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഐ ജി ജി പ്ലസ് എച്ച് സ്ക്വയർ ഇൻ്റഗ്രൽ ഡി എക്ക് പകരം എ എന്ന് എഴുതാം. 2h ഇൻറ്റു ഈ ടേം മൊത്തം 0 എന്ന് എഴുതാം. അപ്പോൾ ഇതൊന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ഐ എ ബി സി ഈക്വൽ ടു വി ക്യാൻ സേ ദാറ്റ് ഐ ജി ജി പ്ലസ് എ ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് വരും. ഇതാണ് പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നത്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ പാരലൽ ആക്സിസ് തിയറം ഈസ് പ്രൂവ്ഡ്. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ഒരു കോമ്പോസിറ്റ് ഏരിയയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്നറിയോ? ഇവിടെ ഐ ജി ജി എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ്. ഈ വാല്യൂ നമുക്കറിയാമെങ്കിൽ ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വേറെ ഏത് ആക്സിസിന് ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഒരു ഏരിയയുടെ സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയാമെങ്കിൽ വേറെ ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, അതായത് സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വേറെ ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അതിന് പാരലൽ ആയിട്ടുള്ള വേറെ ഏത് ആക്സിസിലോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ അതിന് എന്തൊക്കെ നമുക്കറിയണം? ഐ ജി ജി നമുക്കറിയണം, ഏരിയ അറിയണം, ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ച് അറിഞ്ഞാൽ മതി. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഐ എ ബി നമുക്ക് കണ്ടുപിടിക്കാം. അത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ആക്ച്വലി പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വാട്ട് ഈസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, വാട്ട് ഈസ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രൂഫ് ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആൻഡ് പാരലൽ ആക്സിസ് തിയറം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കണം. എന്നാലേ നമ്മളെ മൈൻഡിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അത് നാളെ നമ്മൾ മറന്നു പോകും. അല്ലെ എക്സാം കഴിയുമ്പോൾ നമ്മളങ്ങ് മറന്നു പോകും. എക്സാമിൻ്റെ തലേന്ന് പഠിച്ചിട്ട് എക്സാം കഴിയുമ്പോൾ നമ്മളങ്ങ് മറന്നു പോകും. പക്ഷേ ഇതൊക്കെ എന്ത് ചെയ്യുക? കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ മൈൻഡിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ പഠിക്കുക. ഇനി നമ്മൾ ഈ അടുത്ത പാർട്ട് 5 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പോസിറ്റ് ഏരിയാസിൻ്റെ ഒക്കെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ് വിത്ത് ദ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.